ഒരിക്കൽ കൂടി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ മെഗാ ബോൺതാലെ ഇന്ന് തൃശ്ശൂരിൽ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളെ ഒന്നടങ്കം പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഘോഷയാത്ര. ആദ്യം നമ്മൾ കണ്ടത് ഹോണ്ടയുടെ ആവേശമേറുന്ന പ്രകടനമാണെങ്കിൽ അതിനുശേഷം വീൽ ചെയറിൽ വരുന്ന പാപ്പമാരും സ്കേറ്റിങ്ങിൽ വരുന്ന പാപ്പമാരും അതിനുശേഷം നൃത്തച്ചുവടുകളുമായി വരുന്ന പാപ്പമാരും അണിനിരക്കുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒപ്പം ജീവകാരുണ്യത്തിന്റെ കലവറ കൂടിയായ ബോന്നത്താല് എന്ന മഹാ പ്രസ്ഥാനമാണ് ഇന്ന് ഈ പട്ടണത്തിന്റെ തെരുവീതികളിലൂടെ മുന്നോട്ട് പോകുന്നത്. ശിരകളിലും മനസ്സുകളിലും ഒരേ താളബോധത്തോടെ ക്രിസ്മസ് ആഘോഷം എന്ന വലിയ ഉദ്ദേശലക്ഷ്യത്തോടു കൂടി തന്നെ തൃശ്ശൂർ പേരൂരിന്റെ സ്വന്തം സ്വകാര്യ ഗ്രൗണ്ടിൽ ഒരിക്കൽ കൂടി ബോന്നത്താലെ 2024 ആഘോഷപൂർവ്വമായിട്ടുള്ള യാത്രയ്ക്ക് കൂടി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരുമിച്ച് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പാപ്പമാർ ഒരേ താളബോധത്തോടെ ഒരേ മനസ്സോടെ ഐക്യത്തോടു കൂടി തന്നെ ഒരിക്കൽ കൂടി ആഘോഷപൂർവ്വമായിട്ടുള്ള രാജ്യവിധിയോട് നടത്തുമ്പോൾ അതൊരു മറ്റൊരു ചരിത്രമാകുമെന്നുള്ള സംശയത്തിൽ ഒരു കാര്യത്തിലും ഒരു സംശയവുമില്ല എന്നത് ഏറ്റവും ബോധപൂർവ്വമായി നമ്മൾ ഡാൻസ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ വർഷവും ഏകദേശം 15,000-ഓളം വരുന്ന പാപ്പമാർ 21ഓളം വിശ്വദൃശ്യങ്ങൾ. അതിൽ തന്നെ എന്താണ് ബോന്നത്താലെ 2024 ഈ ഒരു വർഷം ഏറ്റവും പുതുമയോട് കൂടി കാത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ആദ്യം പറയേണ്ട ഉത്തരം വന്നുകൂടിയാണ്. തീർച്ചയായിട്ടും ഏറ്റവും ആഘോഷപൂർവ്വമായ ഏറ്റവും മനോഹരമായ കാര്യങ്ങളെ തൃശ്ശൂരിലൂടെ മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. വരും. തീർച്ചയായിട്ടും ഡാൻസിംഗ് പാപ്പന്മാരെ ഏറ്റവും കരുത്തുറ്റ കിടൻ സ്റ്റെപ്സുമായിട്ട് നമ്മുടെ അജിത് അച്ഛനും കൂടി ഉണ്ട്. സോ അജിത് അച്ഛനായിരിക്കും ടീമിനെ ലീഡ് ചെയ്യുന്നല്ലേ. സോ എത്രത്തോളം എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് അച്ഛൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. തൃശ്ശൂരിൽ നിന്ന് ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, അവിടെ
ആഘോഷ പരിപാടികൾ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗതാഗത തടസ്സമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കൃത്യമായ നിയന്ത്രണങ്ങളെല്ലാം അവിടെ നടന്നു വരുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ദേവിക, എന്തായാലും ഈ ബോണത്തലയുടെ ഈ ആഘോഷം ഇപ്പോൾ റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു. ഏതാണ്ട് 15,000-ലധികം പാപ്പമാരാണ് ഈ തലത്തിൽ ഈ റൗണ്ടിലേക്ക്. തീർച്ചയായിട്ടും കഠിനമുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഈ പാപ്പമാർക്ക് പുറമെ തന്നെ വലിയ വരുന്ന നിശ്ചല ദൃശ്യങ്ങളും ഇതിനോടൊപ്പം. എന്തായാലും ഇപ്പോൾ നമ്മോട് കൂടി ചേർന്ന് തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് ആണ്. 20,000-ലധികം പാപ്പമാരാണ് ഇത്തവണ. ഏകദേശം 15,000 പേര് പാപ്പമാരായിട്ടുണ്ട്. 21ഓളം ഈ വിവിധ ഫ്ലോട്ടുകൾ, മനോഹരമായിട്ടുള്ള ഫ്ലോട്ടുകൾ തന്നെയുണ്ട്. പിന്നെ കാരുണ്യത്തിന്റെ ആഘോഷമായി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. അതിനേക്കാൾ എല്ലാത്തിലും ഉപരി ഇത് തൃശ്ശൂർക്കാർ ഏറ്റെടുത്തു. തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുത്തു. ഇതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പുറത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന് പുറത്തും ഒക്കെ ഈ ആഘോഷം ഇപ്പോൾ ഈ സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ച് നടത്തുന്നതിലുള്ള വലിയ അഭിമാനം തൃശ്ശൂർക്കാർക്കുണ്ട്. മിനിസ്റ്റർ, തൃശ്ശൂരിലെ ആഘോഷം വിട്ടൊരു കളിയില്ലേ തൃശ്ശൂർക്കാർക്ക്? ഇല്ല, തൃശ്ശൂരിലെ പാപ്പമാരുടെ ബോണത്താല ഇപ്പൊ തൃശ്ശൂർ നഗരം പാപ്പമാരുടെ ഒരു കടലായി മാറി. പാപ്പമാരുടെ ഒരു സാഗരമായി തൃശ്ശൂർ നഗരം മാറുന്ന ഒരു അഭിമാനകരമായ കാഴ്ച. ഈ കാഴ്ചയുടെ പൊതു പ്രത്യേകതയാണ് ക്രിസ്തുമസിന് ജാതി, മതം, ഭാഷ, വേഷം, വർണ്ണം, വർഗം, ലിംഗം ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ തൃശ്ശൂർ ഒരു മനസ്സായി മതനിരപേക്ഷതയുടെ ഒരു ആഘോഷത്തിന് വഴിവിളിക്കുകയാണ്. ഇതിൽ തന്നെ ദേവസ്വം ഭാരവാഹികളുണ്ട്, വിവിധ സഭകളുടെ തിരുമേനിമാരുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുണ്ട്. വ്യത്യസ്തങ്ങളായ വഴികളിൽ നിന്ന് വരുന്ന മുഴുവൻ ജനങ്ങളുടെയും ഒരു ഉത്സവാഘോഷം, പൂരം പോലെ, പുലിക്കളി പോലെ തൃശ്ശൂരിന്റെ മനസ്സിൽ എപ്പോഴും കൂട്ടിവെക്കാവുന്ന ഒരു വലിയ ആഘോഷമായി ബോണത്താല മാറുകയാണ്. തീർച്ചയായിട്ടും മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഈ ഒരു പരിപാടിയുടെ ഭാഗമാവുന്നുണ്ട്. എന്തായാലും ചെറിയ കുട്ടികളടക്കം പ്രായഭേദമന്യേ ആ തലത്തിലേക്ക് ഏതാണ്ട് 15,000-ലധികം പാപ്പമാർ തന്നെയാണ് ഇപ്പോൾ നഗരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഈ നഗരം വലം വയ്ക്കുന്ന കാഴ്ച, പാപ്പമാരുടെ നേതൃത്വത്തിൽ ഈ നഗരം വലം വയ്ക്കുന്ന കാഴ്ചയാണ്. ഈ സ്കേറ്റിംഗിൽ പാപ്പമാരുണ്ട്, നടന്നുകൊണ്ട് പാപ്പമാർ പോകുന്നുണ്ട്. വലിയ സംഗീതങ്ങളെല്ലാം ഒരു അകമ്പടിയോട് കൂടെ തന്നെ ആ തലത്തിലേക്ക് വലിയ രീതിയിൽ തന്നെയാണ് ഇത്തവണ ഈ ബോണത്താലെ തൃശ്ശൂർ റൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ദേവിക, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ സഹായങ്ങളും കഴിഞ്ഞ വർഷക്കാലയളവിലൊക്കെ ശരി, ക്രിസ്മസ് സമാപന ആഘോഷങ്ങൾക്ക് തൃശ്ശൂരിൽ തുടക്കമായിരിക്കുകയാണ്. ബോണത്താലെ 2024 ബന്ധപ്പെട്ടുള്ള പരിപാടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നൃത്തങ്ങളും ഗാനങ്ങളുമായി ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ആനന്ദ് പുത്തൂരാണ് തൃശ്ശൂരിൽ നിന്ന് ചേർന്നത്.